റിസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാടിന്റെ അതിർത്തിയോട് ചേർന്ന ഒരു ചെറിയ ഗ്രാമം. പച്ചപ്പിന്റെ നടുവിൽ കാലത്തിന്റെ ഓർമ്മകൾ ഒളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ നാലുകെട്ട് തറവാട്. അതാണ് മങ്കോടത്ത് മന. ഒരു കാലത്ത് ആ നാട്ടിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു മങ്കോടത്ത് തറവാട്. എന്നാൽ കാലം മാറിയപ്പോൾ ആഡംബരങ്ങളും ആളുകളും കുറഞ്ഞു. വലിയ മരവാതിലുകൾക്ക് പഴയ ചുമരുകൾക്കും മാത്രമായി ആ വീട്ടിലെ പഴയ കഥകൾ അറിയാമായിരുന്നു. ആ മനയുടെ മുന്നിലെ വഴിയിലൂടെ ഒരു ഓട്ടോ പതുക്കെ വന്നു നിന്നു. കയ്യിൽ ഒരു ചെറിയ ബാഗുമായി ഒരു യുവതി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. അവളുടെ പേര് മാധവി. 28 വയസ്സുള്ള മാധവി ഒരു സംഗീത അധ്യാപികയായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് നൽകിയ ക്ഷണം സ്വീകരിച്ചാണ് അവൾ മങ്കോടത്ത് മനയിലേക്ക് എത്തിയത്. ഓട്ടോക്കാരൻ ചുറ്റും നോക്കി ചോദിച്ചു, ചേച്ചി, ഇതാണോ മങ്കോടത്ത് മന? ഇവിടെ ആരും താമസിക്കുന്നില്ലെന്നല്ലേ നാട്ടുകാർ പറയുന്നത്? മാധവി ചെറുതായി പുഞ്ചിരിച്ചു. താമസിക്കുന്നവർ ഇല്ലെങ്കിലും ചില വീടുകൾക്ക് അവരുടെ സ്വന്തം ഓർമ്മകൾ ഉണ്ടാകും. ആ ഓർമ്മകളാണ് ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നത്. ഓട്ടോക്കാരൻ അവളുടെ വാക്കുകൾ കേട്ട് ഒന്നും മനസ്സിലാകാതെ തലകുലുക്കി. വലിയ മരവാതിലിന് മുന്നിലെത്തിയപ്പോൾ മാധവി ഒരു നിമിഷം നിന്നു. ആ വാതിലിൽ കൊത്തിയിരുന്ന പഴയ അക്ഷരങ്ങൾ അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. മങ്കോടത്ത്. അവൾ പതുക്കെ വാതിലിൽ മുട്ടി. കുറച്ചു സമയത്തിന് ശേഷം വാതിൽ തുറന്നു. വെള്ളമുടിയും ശാന്തമായ മുഖവുമുള്ള ഒരു വൃദ്ധ സ്ത്രീ മുന്നിൽ നിന്നു. ആരാ? ഞാൻ മാധവി, രാഘവൻ മാഷിന്റെ മകൾ. ഇവിടെ താമസിക്കാൻ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. വൃദ്ധയുടെ മുഖത്ത് പെട്ടെന്നൊരു മാറ്റം വന്നു. രാഘവന്റെ മകളോ? അവൾ മാധവിയെ സൂക്ഷിച്ചു നോക്കി. നിന്റെ മുഖം ഒരാളെ ഓർമ്മിപ്പിക്കുന്നു. മാധവി അതിശയത്തോടെ ചോദിച്ചു, ആരെയാണമ്മേ? വൃദ്ധയുടെ കണ്ണുകളിൽ ഒരു പഴയ വേദന തെളിഞ്ഞു. അതിപ്പോൾ പറയേണ്ട സമയമായില്ല മോളെ. അവൾ വാതിൽ തുറന്നു. അകത്തേക്ക് വാ, ഞാൻ ലക്ഷ്മിയമ്മ. മാധവി അകത്തേക്ക് കയറി. അകത്ത് കയറിയതോടെ അവൾക്കൊരു വിചിത്രമായ അനുഭവം തോന്നി. പഴയ തൂണുകൾ, മങ്ങിയ ചിത്രങ്ങൾ, അടഞ്ഞുകിടക്കുന്ന മുറികൾ, എല്ലാത്തിനും പറയാനുണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടായിരുന്നു. വീടിന്റെ ഒരു മൂലയിൽ പൊടി പിടിച്ച നിലയിൽ ഒരു പഴയ വീണ കിടക്കുന്നുണ്ടായിരുന്നു. മാധവിയുടെ കണ്ണുകൾ അതിൽ പതിഞ്ഞു. അവൾ പതുക്കെ അടുത്തേക്ക് നടന്നു. ഇതാരുടെ വീണയാണ്? ലക്ഷ്മിയമ്മയുടെ മുഖം പെട്ടെന്ന് ഗൗരവമായി. അത് തുടരുത് മോളെ. എന്തുകൊണ്ടാണ്? കുറച്ചു നിമിഷം നിശബ്ദത. ആ വീണയ്ക്കൊരു കഥയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ചെന്ന് കരുതിയ ഒരു കഥ. മാധവിക്ക് ആ വാക്കുകൾ കേട്ട് ആകാംക്ഷ തോന്നി. എന്ത് കഥ? ലക്ഷ്മിയമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഈ മനയുടെ മകളായിരുന്ന മാധവി ദേവിയുടെ കഥ. ആ പേര് കേട്ടപ്പോൾ മാധവി ഞെട്ടി. മാധവി ദേവി? ലക്ഷ്മിയമ്മ അവളെ നോക്കി. അതെ, നിന്റെ പേരും അവളുടെ പേരും ഒരുപോലെയാണ്. ആ നിമിഷം മങ്കോടത്ത് മനയിലെ പഴയ രഹസ്യങ്ങളുടെ വാതിൽ പതുക്കെ തുറക്കാൻ തുടങ്ങി. എന്നാൽ ആ രഹസ്യങ്ങൾ മാധവിയുടെ ജീവിതത്തിലെ തന്നെ മാറ്റിമറിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. മങ്കോടത്ത് മനയിലെ ആദ്യ രാത്രി മാധവിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പഴയ മരത്തറയിൽ കാറ്റിന്റെ ശബ്ദവും ഇടയ്ക്കിടെ കേൾക്കുന്ന ഇലകളുടെ അനക്കവും ദൂരെയുള്ള ക്ഷേത്രത്തിലെ മണിനാദവും അവളുടെ മനസ്സിൽ ഒരു വിചിത്രമായ വികാരം സൃഷ്ടിച്ചു. അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജനലരികിലേക്ക് നടന്നു. നിലാവിന്റെ വെളിച്ചത്തിൽ മങ്കോടത്ത് മനയിൽ കൂടുതൽ മനോഹരമായും അതേസമയം നിഗൂഢമായും തോന്നി. ഈ വീടിന് എന്തോ പറയാനുണ്ട്, അവൾ സ്വയം പറഞ്ഞു. അപ്പോഴാണ് അവളുടെ കണ്ണുകൾ വീണ്ടും ആ പഴയ വീണയിലേക്ക് പോയത്. പകൽ ലക്ഷ്മിയമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആ വീണയ്ക്കൊരു കഥയുണ്ട്. അറിയാതെ തന്നെ മാധവി ആ മുറിയിലേക്ക് നടന്നു. വീണയുടെ അടുത്തെത്തിയപ്പോൾ അവൾക്കൊരു പഴയ സുഗന്ധം അനുഭവപ്പെട്ടു. ചന്ദനത്തിന്റെയും മുല്ലപ്പൂവിന്റെയും ഗന്ധം പോലെ. അവൾ വീണയുടെ പൊടികൾ പതുക്കെ തുടച്ചു. അപ്പോൾ വീണയുടെ അടിയിൽ നിന്നൊരു പഴയ കടലാസ് താഴേക്ക് വീണു. മാധവി അതെടുത്ത് നോക്കി. അതൊരു പഴയ കത്തായിരുന്നു. കത്തിലെ എഴുത്ത് മങ്ങിയിരുന്നെങ്കിലും ചില വാക്കുകൾ വ്യക്തമായിരുന്നു. എൻ്റെ മാധവിക്ക്. മാധവിയുടെ ഹൃദയം ഒരു നിമിഷം വേഗത്തിൽ മിടിച്ചു. മാധവി? ആ കത്ത് ആരാണ് എഴുതിയത്? അവൾ കത്ത് തുറക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. അത് വായിക്കരുത്. മാധവി ഞെട്ടി തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ഒരു യുവാവ് നിൽക്കുകയായിരുന്നു. ഏകദേശം 30 വയസ്സ് പ്രായം, ഗൗരവമുള്ള മുഖം, കണ്ണുകളിൽ ഒരു വേദന ഒളിച്ചിരിപ്പിക്കുന്നു. നിങ്ങൾ ആരാണ്? മാധവി ചോദിച്ചു. അയാൾ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. ഞാൻ ആദിത്യൻ. ഈ വീട്ടിൽ രാത്രിയിൽ അന്യരായി കയറി വരാനുള്ള പതിവുണ്ടോ? മാധവിയുടെ ശബ്ദത്തിൽ ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. ആദിത്യൻ ചെറുതായി പുഞ്ചിരിച്ചു. ഇതെന്റെ വീടാണ്. മാധവി അതിശയിച്ചു. നിങ്ങളാണോ മങ്കോടത്ത് മനയുടെ ഇപ്പോഴത്തെ അവകാശി? അതെ. പക്ഷേ ലക്ഷ്മിയമ്മ പറഞ്ഞത് ഈ വീട്ടിലെ എല്ലാം അറിയണമെന്നില്ല മാധവി. ചില സത്യങ്ങൾ അറിയാതെ ഇരിക്കുന്നതാണ് നല്ലത്. ആ വാക്കുകൾ മാധവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല.
ഒരു വീട്ടിൽ വർഷങ്ങളായി ഒളിച്ചു വെച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അതറിയാനുള്ള അവകാശം അവിടേക്ക് വന്ന ഒരാൾക്കില്ലേ? ആദിത്യൻ അവളെ നോക്കി. നിങ്ങൾക്ക് ഈ വീണയെക്കുറിച്ച് അറിയില്ല. അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തിനാണ്? മാധവി കുറച്ചു നേരം നിശബ്ദയായി. കാരണം ഈ പേര് എനിക്ക് പരിചിതമല്ലെങ്കിലും ഈ കഥയ്ക്ക് എന്നോട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ആദിത്യന്റെ മുഖത്തൊരു ഞെട്ടൽ തെളിഞ്ഞു. ആര് പറഞ്ഞു ഈ പേര്? ലക്ഷ്മിയമ്മ. മാധവിദേവി എന്നൊരു സ്ത്രീയെക്കുറിച്ച്. ആദിത്യൻ പെട്ടെന്ന് ഗൗരവമായി. ലക്ഷ്മിയമ്മ നിങ്ങളോട് അതും പറഞ്ഞു? അപ്പോഴേക്കും പിന്നിൽ നിന്ന് ലക്ഷ്മിയമ്മയുടെ ശബ്ദം വന്നു. ആദിത്യ. ഇരുവരും തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ കാലം എത്ര ഒളിപ്പിച്ചാലും ഒരിക്കൽ പുറത്തു വരും മോനെ. ആദിത്യനൊന്നും മിണ്ടിയില്ല. ലക്ഷ്മിയമ്മ മാധവിയുടെ കയ്യിലെ കത്ത് നോക്കി. അത് അവൾക്കുള്ളതാണ്. മാധവി അതിശയിച്ചു. എനിക്ക് വേണ്ടിയോ? ലക്ഷ്മിയമ്മ പതുക്കെ തലയാട്ടി. അതേ മോളെ. പക്ഷെ ആ കത്ത് തുറക്കുന്നതിന് മുൻപ് നീ ഒരു സത്യം അറിയണം. എന്ത് സത്യം? ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. 30 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി അപ്രതീക്ഷയായി. അവളുടെ പേര് മാധവിയായിരുന്നു. മാധവിയുടെ കൈകൾ വിറച്ചു. അവൾക്ക് എന്താണ് സംഭവിച്ചത്? ആദിത്യൻ ജനലരികിലേക്ക് നടന്നു. അവളുടെ കഥയിലാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. മാധവി കത്ത് മുറുകെ പിടിച്ചു. അവൾക്ക് മനസ്സിലായി, മങ്കോടത്ത് മനയിലേക്ക് അവൾ വന്നത് വെറുമൊരു താമസത്തിനായിരുന്നില്ല. അവളുടെ സ്വന്തം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പഴയ കഥയുടെ ഭാഗമാകാനായിരുന്നു. മങ്കോടത്ത് മനയിലെ ആ രാത്രിക്ക് ശേഷം മാധവിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു. ആ പഴയ വീണ, ആ കത്ത്, 30 വർഷങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷമായ മാധവി, ഇതെല്ലാം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നി. പുലർച്ചെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മങ്കോടത്ത് മനയുടെ പഴയ ജനലിലൂടെ അകത്തേക്ക് കടന്നപ്പോൾ മാധവി എഴുന്നേറ്റു. പക്ഷെ അവളുടെ കണ്ണുകൾ ആദ്യം അന്വേഷിച്ചത് ആ പഴയ കത്തായിരുന്നു. മേശപ്പുറത്ത് കിടന്നിരുന്ന കത്തെടുത്ത് അവൾ കുറച്ചുനേരം നോക്കി നിന്നു. എൻ്റെ മാധവിക്ക്. ആ വാക്കുകൾ മാത്രം അവളുടെ മനസ്സിൽ ഒരു വിചിത്രമായ വികാരമുണ്ടാക്കി. അപ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. മോളെ, എഴുന്നേറ്റോ? അത് ലക്ഷ്മിയമ്മയായിരുന്നു. അതെ അമ്മേ. ലക്ഷ്മിയമ്മ അകത്തേക്ക് വന്നു. മാധവി കത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം ഗൗരവമായി. നീ അത് തുറക്കാൻ തീരുമാനിച്ചോ? മാധവി പതുക്കെ തലയാട്ടി. അതെ അമ്മേ. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. ഈ മാധവി ആരായിരുന്നു? ലക്ഷ്മിയമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവൾ ഈ വീടിന്റെ ഏറ്റവും സ്നേഹമുള്ള മകളായിരുന്നു. എല്ലാവരുടെയും പ്രിയപ്പെട്ടവൾ. പിന്നെ എന്താണ് സംഭവിച്ചത്? ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. സംഗീതം പഠിക്കണം. തന്റെ വീണയുടെ നാദം ലോകം കേൾക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. മാധവി വീണയിലേക്ക് നോക്കി. ഇതാണോ അവളുടെ വീണ? അതെ. അവൾക്ക് എന്തും സംഭവിച്ചു അമ്മേ. ലക്ഷ്മിയമ്മ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. അവൾ ഒരാളെ സ്നേഹിച്ചിരുന്നു. മാധവി അതിശയിച്ചു. പ്രണയം? അതെ മോളെ. പക്ഷെ ആ കാലത്ത് ആ പ്രണയം ഈ കുടുംബത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും വാതിൽക്കൽ നിന്നൊരു ശബ്ദം വന്നു. പഴയ കഥകൾ പറഞ്ഞിട്ട് എന്തു പ്രയോജനം ലക്ഷ്മിയമ്മേ? അത് ആദിത്യനെയായിരുന്നു. അവന്റെ മുഖത്ത് ദേഷ്യവും വേദനയും ഉണ്ടായിരുന്നു. മാധവി അവനെ നോക്കി. എന്തുകൊണ്ടാണ് ഈ കഥ എല്ലാവരും മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ആദിത്യൻ മറുപടി പറഞ്ഞില്ല. കാരണം ചില സത്യങ്ങൾ പുറത്തു വന്നാൽ പലരുടെയും ജീവിതം മാറും. മാധവി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷെ കള്ളത്തിൽ ജീവിക്കുന്നതിനേക്കാൾ സത്യം അറിഞ്ഞ് ജീവിക്കുന്നതാണ് നല്ലത്. ആദിത്യൻ അവളുടെ വാക്കുകൾ കേട്ട് നിശബ്ദനായി. അവൾ കത്ത് തുറന്നു. കത്തിലെ ആദ്യ വരികൾ വായിച്ചപ്പോൾ തന്നെ അവളുടെ കൈകൾ വിറച്ചു. പ്രിയപ്പെട്ടവളെ, ഈ വീട് എന്നെ മനസ്സിലാക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഹൃദയത്തെ ഞാൻ വഞ്ചിക്കാൻ കഴിയില്ല. മാധവി വായിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വീണയും എൻ്റെ സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് പോകേണ്ടി വന്നാലും ഒരിക്കലെങ്കിലും എൻ്റെ സത്യം ഈ വീട്ടിലെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കത്തിൻ്റെ അവസാനം എത്തിയപ്പോൾ മാധവിയുടെ ശ്വാസം നിലച്ചു. അവിടെ എത്തിയിരുന്ന ഒരു പേര് അവളെ ഞെട്ടിച്ചു. രാഘവൻ. അത് അവളുടെ അച്ഛൻ്റെ പേരായിരുന്നു. അച്ഛൻ? മാധവിയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അച്ഛൻ ഈ കഥയുമായി എന്ത് ബന്ധമാണ്? ലക്ഷ്മിയമ്മയും ആദിത്യനും പരസ്പരം നോക്കി. ആ നിമിഷം മങ്കോടത്ത് മനയിലെ ഏറ്റവും വലിയ രഹസ്യത്തിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. ആദിത്യൻ പതുക്കെ പറഞ്ഞു. മാധവി, നിനക്കറിയാത്തൊരു ഭൂതകാലം നിനക്കുണ്ട്. മാധവി ഞെട്ടി അവനെ നോക്കി. എന്താണ് നിങ്ങൾ പറയുന്നത്? ആദിത്യൻ മറുപടി പറയുന്നതിന് മുൻപ് പുറത്തുനിന്നൊരു കാറിന്റെ ശബ്ദം കേട്ടു. വീട്ടുമുറ്റത്തൊരാൾ ഇറങ്ങി വന്നു. അയാളെ കണ്ടപ്പോൾ ലക്ഷ്മിയമ്മയുടെ മുഖം മാറി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്നോ? മാധവി ആശങ്കയോടെ ചോദിച്ചു. ആരാണത്? ലക്ഷ്മിയമ്മ പതുക്കെ പറഞ്ഞു. ഈ കഥയിലെ ഏറ്റവും വലിയ സത്യം അറിയുന്ന ഒരാൾ. മങ്കോടത്ത് മനയുടെ മുറ്റത്ത് കാറിന്റെ ശബ്ദം മുഴങ്ങി. പഴയ കല്ലുപാകിയ മുറ്റത്ത് കാർ നിർത്തിയപ്പോൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ലക്ഷ്മിയമ്മയുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം കാണാത്ത ഒരു ഭയം തെളിഞ്ഞിരുന്നു. മാധവി അത്ഭുതത്തോടെ അവരെ നോക്കി. അമ്മേ, ആരാണ് വന്നത്? ലക്ഷ്മിയമ്മ മറുപടി പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ മാത്രം ആ കാറിന്റെ വാതിലിലേക്ക് പതിഞ്ഞിരുന്നു.
കാറിൽ നിന്നിറങ്ങിയ വ്യക്തി ഏകദേശം 60 വയസ്സോളം പ്രായമുള്ള ഒരാളായിരുന്നു. ഗൗരവമുള്ള മുഖവും. പക്ഷെ ആ കണ്ണുകളിൽ ഒളിച്ചിരുന്ന വേദന മാധവിക്ക് പോലും മനസ്സിലായി. അയാൾ പതുക്കെ മങ്കോടത്തുമനയുടെ വാതിലിലേക്ക് നടന്നു. വാതിലിന് മുന്നിലെത്തിയപ്പോൾ അയാളൊരു നിമിഷം നിന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വീടിനൊരു മാറ്റവുമില്ല. അയാളുടെ ശബ്ദത്തിൽ പഴയ ഓർമ്മകളുടെ ഭാരമുണ്ടായിരുന്നു. ആദിത്യൻ മുന്നോട്ട് വന്നു. നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നത്? അയാൾ ആദിത്യനെ നോക്കി. എനിക്ക് വരാൻ പാടില്ലാത്ത വീടാണോ ഇത്? ആദിത്യന്റെ മുഖം കടുപ്പമായി. ചില ആളുകൾക്ക് ചില വാതിലുകൾ ഒരിക്കലും തുറക്കാൻ പാടില്ല. അയാൾ ചെറുതായി ചിരിച്ചു. നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ് ആദിത്യ. ആ വാക്കുകൾ കേട്ടപ്പോൾ ആദിത്യന്റെ മുഖം മാറി. മാധവി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആരാണ് ഇദ്ദേഹം? ആദിത്യൻ ഒന്നും പറയുന്നതിന് മുൻപ് ലക്ഷ്മിയമ്മ പറഞ്ഞു. ഇത് രാഘവൻ നായർ. മാധവിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന കത്ത് താഴേക്ക് വീണു. രാഘവൻ നായർ? അവൾ പതുക്കെ ആ പേര് ആവർത്തിച്ചു. എൻ്റെ അച്ഛൻ്റെ പേര് രാഘവൻ എന്നായിരുന്നു. രാഘവൻ നായരുടെ കണ്ണുകൾ മാധവിയിലേക്ക് തിരിഞ്ഞു. അയാൾ കുറച്ചു നിമിഷം അവളെ നോക്കി നിന്നു. ആ നോട്ടത്തിന്റെ അതിശയവും വേദനയും ഉണ്ടായിരുന്നു. നീ മാധവിയാണോ? മാധവിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. എൻ്റെ പേര് മാധവി എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? രാഘവൻ നായർ ഒന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. നിന്റെ മുഖത്ത് അവളുടെ അതേ ഭാവമുണ്ട്. ആരുടെ? മാധവി ചോദിച്ചു. രാഘവൻ നായർ മങ്കോടത്തുമനയുടെ അകത്തേക്ക് നോക്കി. മാധവി ദേവിയുടെ. ആ പേര് കേട്ടപ്പോൾ വീണ്ടും എല്ലാവരും നിശബ്ദരായി. മാധവി ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. എൻ്റെ അച്ഛനും മാധവി ദേവിയുമായി എന്തു ബന്ധമായിരുന്നു? രാഘവൻ നായർ പതുക്കെ പറഞ്ഞു. അതൊരു നീണ്ട കഥയാണ് മോളെ. എനിക്ക് ആ കഥ അറിയണം. മാധവിയുടെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ആദിത്യൻ അവളെ നോക്കി. ഇന്നലെ വരെ ഈ വീട്ടിലെ രഹസ്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചിരുന്ന അവനും ഇപ്പോൾ ഒന്നും പറയാനാകാതെ നിന്നു. രാഘവൻ നായർ ഒരു ദീർഘനിശ്വാസം വിട്ടു. 30 വർഷങ്ങൾക്ക് മുൻപ് ഈ മങ്കോടത്തുമനയിൽ ഒരു വലിയ സംഭവം നടന്നു. ആ സംഭവത്തിന് ശേഷം ഒരാൾക്ക് സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്നു. ആരാണ്? മാധവി ചോദിച്ചു. രാഘവൻ നായർ അവളെ നോക്കി. ഞാൻ. ആ വാക്കുകൾ കേട്ട് മാധവി ഞെട്ടി. നിങ്ങൾ? അതെ. ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയത് മാധവി ദേവിയുടെ കാരണത്താലാണ്. ലക്ഷ്മിയമ്മ കണ്ണുകൾ അടച്ചു. അവൾക്ക് ആ പഴയ ദിവസം വീണ്ടും ഓർമ്മ വന്നതുപോലെ. ആദിത്യൻ പതുക്കെ പറഞ്ഞു. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഇന്നുവരെ എനിക്ക് പോലും പൂർണ്ണമായി അറിയില്ല. രാഘവൻ നായർ മാധവിയുടെ കയ്യിലുള്ള കത്തിലേക്ക് നോക്കി. ആ കത്ത് നിനക്ക് കിട്ടിയോ? മാധവി തലയാട്ടി. അതെ. എങ്കിൽ ഇനി സത്യം മറച്ചു വെക്കാൻ കഴിയില്ല. അയാൾ കസേരയിലിരുന്നു. മാധവി ദേവി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹമായിരുന്നു. മാധവിയുടെ കണ്ണുകൾ വലുതായി. മങ്കോടത്തുമനയുടെ പഴയ കഥ ഇപ്പോൾ ഒരു പുതിയ വഴിത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷെ ആ കഥയിൽ ഇനിയും പുറത്തു വരാനുള്ളത് പ്രണയവും വേദനയും മാത്രമല്ലായിരുന്നു. ഒരു വലിയ രഹസ്യവും ഉണ്ടായിരുന്നു.